നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നിങ്ങൾ ആസ്ട്രോമീഡിയയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് നൽകുക. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഒരു വ്യക്തിക്ക് 3 വിവാഹം കഴിക്കാനുള്ള യോഗം അതെങ്ങനെ വന്ന ഗ്രഹനിലയിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഗ്രഹനില പ്രകാരം വന്നാലാണ് ഒരു വ്യക്തിക്ക് 3 വിവാഹം ഉണ്ടാവുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ള ഗ്രഹനിലയൊന്നുമല്ല. പക്ഷേ ഇത് ആളുകൾക്ക് അനുഭവം വന്നിട്ടുണ്ട്. ആദ്യത്തേത് ശരിയായിട്ടില്ല, രണ്ടാമത്തേത് ശരിയായിട്ടില്ല, 3ാമത് വിവാഹം കഴിക്കേണ്ടി വന്നു, 3ാമത്തെ നിലനിന്നിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഇന്ന് കൂടി ഉണ്ടായി. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു ഗ്രഹനില പ്രേക്ഷകരോട് പറയാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ പ്രമാണം നോക്കാം. വിത്തേ പാപബഹുത്വേതു കളത്രേശേ തഥാസ്ഥിതേ ശത്രുസ്ഥാനഗതേകതോ കളത്രത്രയഭാഗ് ഭവേത്. ഇത് അച്ചട്ടായിട്ടുള്ള ഫല. 2ാം ഭാവത്തിലും 7ാം ഭാവാധിപനോട് ചേർന്നും പാപന്മാർ നിൽക്കുകയും അതൊരു യോഗം. 6ാം ഇടത്ത് കേതു നിൽക്കുകയും ചെയ്താൽ ജാതകന് 3 ഭാര്യമാരുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ 2ാം ഇടത്തും 7ാം ഭാവാധിപനോട് ചേർന്നും പാപന്മാർ നിൽക്കുകയും 6ാം ഭാവത്തിൽ കേതു വരികയും വേണം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് 3 വിവാഹം ഉണ്ടാവും. ഇന്ന് അങ്ങനെയുള്ള ഒരാൾ കാണാൻ വന്നു, 2 വിവാഹം കഴിഞ്ഞു, 2ഉം ശരിയായില്ല, 3ാമതൊരു വിവാഹം കഴിക്കുകയാണ്. കറക്റ്റ് ഇത് തന്നെയാണ് ആ ഫലം. ഈ പാപന്മാരെ എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യൻ, ചൊവ്വ, ശനി, രാഹു, കേതു. ഗുളികൻ അതിൽ പെടില്ല. ഗുളികൻ ഗ്രഹമല്ലാത്തത് കൊണ്ട് അതിൽ പെടില്ല. അപ്പോൾ ഈ ഭാവത്തിലേക്കൊന്നും ശുഭഗ്രഹങ്ങളെ യോഗദൃഷ്ടിയൊന്നും ഉണ്ടാവാനും പാടില്ല. ഇങ്ങനെ തന്നെ വരണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് 3ഓളം വിവാഹം കഴിക്കേണ്ടി വരും എന്നുള്ളത് അനുഭവ യോഗമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇത് ചെറിയ ഒരു കാര്യമായതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തത്. ഇതിലിത്ര തന്നെ പറയാനുള്ളൂ. പക്ഷേ ഇത് വളരെ വലിയ ഒരു അനുഭവം കൊടുക്കുന്നൊരു യോഗമാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കൃത്യമായിട്ട് അതിൻ്റെ ഫലാനുഭവം മനുഷ്യന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.